എൻ്റെ സങ്കേതവും ബലവും എനിക്കേറ്റമടുത്ത തുണയും, ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. എല്ലാ ഭാരങ്ങളും ചുമക്കും, എന്നും താങ്ങി എന്നെ നടത്തും. കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, കാത്തുപാലിക്കുമെന്നെ നിത്യം. കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, കാത്തുപാലിക്കുമെന്നെ നിത്യം. എൻ്റെ സങ്കേതവും ബലവും എനിക്കേറ്റം അടുത്ത തുണയും, ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്താൽ ജയം, കാൽവരി ക്രൂശിലെ രക്തത്താൽ ജയം, യേശുവിൻ്റെ നാമത്തിൽ ജയം. കരുണയുള്ള നാഥ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങി ഉണർന്നിൻ്റെ കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ തക്കണം സഹായിച്ചല്ലോ. ആരോഗ്യത്തോടും സുബോധത്തോടും എഴുന്നേൽപ്പിച്ചല്ലോ. നന്ദി അപ്പ, നന്ദി നന്ദി കർത്താവേ, നന്ദി അപ്പ. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും എൻ്റെ അപ്പൻ്റെ പക്കല ദാനമായി തന്ന് ഞങ്ങളെ പരിപാലിക്കേണ്ടതിനായി ഏൽപ്പിച്ചു തരുന്ന കർത്താവേ. അപ്പ, ഞങ്ങൾക്ക് ആവശ്യമാർന്ന ഭക്ഷണം, വസ്ത്രം, ആരോഗ്യം, ബലം, സമാധാനം, സന്തോഷം, സൗഖ്യം, ദൈവകൃപ എല്ലാം എൻ്റെ അപ്പൻ്റെ പക്കല ഇന്ന് വരെ അവിടുന്ന് ദാനമായി തന്ന് ഞങ്ങളെ പോറ്റിപ്പുലർത്തിയ ദൈവമാകിയാൽ സ്തോത്രം 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 സ്തോത്രം. പിന്നെയും അങ്ങയുടെ പാദപീഠം ചാർന്ന് കടന്നു വരുന്നവരാരും ലജ്ജിച്ചു പോകാൻ അവിടുന്ന് സമ്മതിക്കുന്ന ദൈവമല്ലോ. അപ്പാ, ഹല്ലേലൂയ കർത്താവേ. നല്ല പ്രഭാതം കർത്താവിൻ്റെ കരങ്ങളിലോട്ട് തരിക കർത്താവേ. ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും പൊന്നു പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ദേശത്തെ സമർപ്പിക്കുന്നു. കർത്താവ്, ഞങ്ങളായിരിക്കുന്ന ഭവനത്തെ സമർപ്പിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥനയെ ചോദിച്ച് പ്രിയ മക്കളെ സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥന ശബ്ദം ശ്രവിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാ. ഞങ്ങളുടെ ആവശ്യങ്ങളെ, ആഗ്രഹങ്ങളെ സ്തോത്രത്തോടെ അറിയിക്കുക കർത്താവേ. ഇന്നുവരെയും ഞങ്ങളെ അത്ഭുതവും ജയവുമായി നടത്തിയ ദൈവത്തിന് കൊടാനുകൂടി സ്തോത്രം 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 അപ്പ. വീണ്ടും ഞങ്ങളുടെ കുടുംബത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കട്ടെ കർത്താവ്. കർത്താവ്, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ്, എൻ്റെ പ്രാർത്ഥന ചോദിച്ച പ്രിയ മക്കളുണ്ടപ്പാ. എവിടെയായിരുന്നാലും കർത്താവിന് തിരുസാന്നിധ്യം തൻ്റെ മക്കളുടെ പേൻ വേണം. സുഖമില്ലാതെ ഭാരപ്പെടുന്ന ജീവിതങ്ങളുണ്ട് കർത്താവെ. ആശുപത്രി മുറികളിലായിരിക്കുന്ന ജീവിതമുണ്ട് കർത്താവെ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച മകളുണ്ട് കർത്താവെ. അവളുടെ പ്രിയപ്പെട്ടവന് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പാ. എൻ്റെ അപ്പൻ്റെ അദൃശ്യമാർന്ന കാര്യം നിൻ്റെ മകൻ്റെ മേൽ വയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുനീർ തൂകുമ്പം മനസ്സലിയുന്ന കർത്താവെ, ഐശ്വര്യായിരിക്കുന്ന തൻ്റെ മകനോട് കരുണ കാണിക്കണമേ അപ്പാ. ആ സൗഖ്യത്തിൻ്റെ കാര്യം നിൻ്റെ മകൻ്റെ മേൽ നീട്ടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. ഞങ്ങൾ വിശ്വാസത്തോടെ ചേർന്ന് പ്രാർത്ഥിക്കുകയെ കർത്താവേ. അത് രോഗികൾക്ക് സൗഖ്യം ലഭിക്കുന്നിടത്ത് വചനമാണല്ലോ കർത്താവേ. അങ്ങയുടെ വചനം അയച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാകുന്നു. എൻ്റെ അടിപ്പിണരാൽ നിനക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു എന്നുള്ള ആ വിലയേറിയ വാഗ്ദത്ത വചനം തൻ്റെ മകൻ്റെ മേൽ അയച്ചിരിക്കാൻ സ്തോത്രം. പൂർണ്ണ വിടുതൽ പ്രാപിച്ച് ഭവനത്തിൽ എത്തിച്ചേരുവാൻ ഇടയാക്കണമേ കർത്താവേ. നിൻ്റെ മകളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുമാറാകണം. പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ടെന്ന് പറയുവാൻ തക്കണം. മകളോട് കരുണ കാണിക്കണമെന്ന് അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ സമയം ഹല്ലേലൂയ കർത്താവ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. അവരുടെ വിദ്യാഭ്യാസത്തെ ഏൽപ്പിക്കട്ടെ, അവരുടെ ഭാവി ഏൽപ്പിക്കട്ടെ, അവരുടെ ജോലി ഏൽപ്പിക്കട്ടെ, അവരുടെ കുടുംബജീവിതം ഏൽപ്പിക്കട്ടെ, ഞങ്ങളുടെ കൊച്ചു തലമുറകളെ സമർപ്പിക്കട്ടെ. എല്ലാം നന്ദിയോടെ സ്തോത്രത്തോടെ ഏൽപ്പിക്കുന്നു. അപ്പോൾ അനുഗ്രഹിക്കണം, സഹായിക്കണേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു കൊള്ളണമേ. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. പ്രത്യേകിച്ച് 10ലും 11ലും 12ലും പഠിക്കുന്നവർ, ഡിഗ്രിക്ക് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്നവർ, BSc നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിന് പഠിക്കുന്ന മക്കൾ, OITയും IELTSഉം ജർമ്മൻ പഠിക്കുന്ന മക്കൾ, നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, പൊമറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, കർത്താവേ റിസൾട്ട് കാത്തിരിക്കുന്ന മക്കൾ, ഹല്ലേലൂയപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അനുഗ്രഹിക്കണം, സഹായിക്കണം, ജയത്തോടെ നടത്തണം. അവരുടെ ഭാവിയെ കർത്താവ് അനുഗ്രഹിക്കണം. അവർ നിശ്ചിത അവർ ലക്ഷ്യം വെച്ച സ്ഥാനത്ത് എത്തിച്ചേരാൻ സ്വർഗം സഹായിക്കണമേ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുക കർത്താവേ.
ആമേൻ. വിദേശ രാജ്യങ്ങളിൽ കടന്നു പോകാൻ കൊതിയോടെ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, പ്രയത്നിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അപ്പൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്ന അത്ഭുതവും അതിശയം ചെയ്യും. സ്വർഗം തൻ്റെ കുഞ്ഞുങ്ങളോട് മനസ്സലിവ് കാണിക്കും. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുകയാണ്. അങ്ങയുടെ മുഖം നോക്കിയ കുഞ്ഞുങ്ങളൊന്നും ലജ്ജിച്ച് പോകാൻ നീ സമ്മതിക്കത്തില്ലല്ലോ. കർത്താവേ, മാനിക്കണമേ, ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ അപ്പാ. സ്തോത്രം, സ്തോത്രം കർത്താവേ. ഈ സമയത്ത് ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ ജോലി ചെയ്യുന്ന കുഞ്ഞുങ്ങളെ താങ്ങിക്കൊള്ളണേ. ആരോഗ്യത്തിലും കൃപയിലും അവരെ സൂക്ഷിക്കണമേ. കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമാധാനത്തോടെ ജീവിപ്പാൻ സഹായിക്കണമേ അപ്പാ. അപ്പാ, ഈ സമയം ഹല്ലേലൂയ ഞങ്ങളുടെ പൈതങ്ങളെയൊക്കെ അനുഗ്രഹിച്ച് കാത്തുകൊള്ളണം. ദൈവമുള്ള കുഞ്ഞുങ്ങളായിത്തീരും സഹായിക്കുമാറാകണം. ഈ സമയം ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്ന എൻ്റെ അപ്പൻ അവർക്ക് ഉപജീവനമാർഗത്തിൻ്റെ വഴി തുറന്നു കൊടുക്കും. അവരെ മാനിക്കും. അതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ, സ്തോത്രം. ബാലസിംഹങ്ങൾ വിരകിട്ടാതെ വിശന്നിരിക്കും. ഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കമ്പരത്തിൽ നിന്ന് വചനമാ ഉപജീവനമാർഗം ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വഴികളെ തുറന്നു കൊടുക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. അവരെ തൊല്ലി വേദനിക്കുന്ന മാതാപിതാക്കളുണ്ട് കർത്താവേ. മനസ്സലിയണേപ്പാ, മനസ്സലിയണമേ, കരുണ കാണിക്കണമേ, സന്തോഷത്തോടെ ജീവിപ്പാൻ ഇടയാക്കണമേ എന്നും പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവേ, ഈ സമയത്ത് ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ വിവാഹപ്രായമായ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. വിവാഹപ്രായം കഴിഞ്ഞ് ആണും പെണ്ണുമായ മക്കളുണ്ട്. തക്ക തുണയെ ഒരുക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കണം. ആണ്ട് തീരുന്നതിന് മുമ്പേ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണം. അടിയങ്ങളോട് സഹതാപം തോന്നണമേ കർത്താവേ. പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു നാഥാ. സ്തോത്രം, സ്തോത്രം കർത്താവേ. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പാ. തലമുറകളെ നൽകി അനുഗ്രഹിക്കണമേ കർത്താവേ. ഗർഭിണികളായിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്ന മാസം തികയോളം കൂടെ ഇരിക്കണം. സുഖപ്രസവം നൽകണമേ. ഊനമില്ലാത്ത കുഞ്ഞുങ്ങളെ കണ്ട് സന്തോഷിപ്പാൻ സഹായിക്കണം. യാത്ര ചെയ്യേണ്ട കുഞ്ഞുങ്ങളുണ്ട്, ജോലിക്ക് കടന്നു പോകുന്ന കുഞ്ഞുങ്ങളുണ്ടപ്പോൾ അവരെ സഹായിക്കണേ. അവരെ അത്ഭുതത്തോടെ കരുതിക്കൊള്ളണേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ. ക്ഷീണങ്ങളെ, ഭാരങ്ങളെ, അസ്വസ്ഥതയുടെ നടിയിൽ കൂടി പോകുന്ന പൈതങ്ങളെ കർത്താവ് ബലപ്പെടുത്തി താങ്ങിക്കൊള്ളണമേ. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു നാഥാ. സ്തോത്രം, സ്തോത്രം കർത്താവേ. ഈ സമയം പുതുവർഷത്തിലേക്ക് പ്രവേശിച്ച് ഞങ്ങളുടെ പൈതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കളും ഉണ്ടപ്പാ. ഈ പുതുവയസ്സ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹവും സമാധാനവും സന്തോഷവും ദൈവകൃപയും കൊണ്ടുവരുന്നതാകട്ടപ്പാ. അവരെ അനുഗ്രഹിക്കണമേ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്ന ഇടത്ത് കർത്താവ് സൂക്ഷിക്കണം. നന്മകളാൽ അനുഗ്രഹങ്ങളാൽ നടത്തണമേ കർത്താവേ. സ്തോത്രം. പോക്കിലെ വരവിലൊക്കെ കൂടെ ഇരുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നല്ല ദാനങ്ങളെ കൊണ്ട് നിറച്ചാട്ട് കർത്താവേ. സ്തോത്രം അപ്പാ. ഈ സമയം ഹല്ലേലൂയ കർത്താവേ. ഭവനമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്നപ്പാ. നീ അവിടുന്ന് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് തലയായിപ്പാൻ ഭവനം കൊടുക്കണമേ. ഹല്ലേലൂയ. ഭവനം പണിയുന്ന മക്കളെ സമർപ്പിക്കുന്നു. അത് പൂർത്തീകരിച്ച് പാർക്കുവാനും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കാൻ കഴിവുള്ള അപ്പൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. ഹല്ലേലൂയ. നീ എളിയവനെ ഉയർത്തുന്ന ദൈവമെന്നടുത്ത വചനമുണ്ട് കർത്താവേ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. നീ കുപ്പയിൽ നിന്ന് ഉയർത്തിയ ദൈവമാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണേ. അവരെ അവിടെ നിന്ന് ഉയർത്തണമേ കർത്താവേ. എല്ലാ ഭാരം വഴി സ്വസ്ഥരാൻ സഹായിക്കണമേ. ഞങ്ങളുടെ സകല ബുദ്ധിമുട്ടും പൂർണ്ണമായും ക്രിസ്തുവേശിൽ തീർത്തരാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവ്. കടഭാരമുള്ള മക്കളുടെ പ്രശ്നത്തിന് നടുവിൽ സ്വർഗം ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം, സ്തോത്രം. കടഭാരം മാറണമപ്പാ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് സഹായിക്കണമേ. എൻ്റെ കർത്താവേ, നന്ദി അപ്പാ. നന്ദി കർത്താവേ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച ഓരോ മക്കളുടെയും പ്രാർത്ഥനാ വിഷയത്തെ സ്വർഗം അറിയുന്നല്ലോ. അടിയനെ അറിയിക്കുന്നതിന് മുൻപേ നീ എല്ലാം അറിയുന്ന ദൈവമാണല്ലോ. തൻ്റെ മക്കളുടെ മേൽ അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, സ്തോത്രം. എൻ്റെ ദൈവമായ കർത്താവേ, ഈ സമയം ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗം തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ചെറുതും വലുതുമായ എല്ലാ ഉപജീവനമാർഗ്ഗത്തെ സ്വർഗ്ഗത്തിലെ അപ്പച്ചൻ വാഴ്ത്തി അനുഗ്രഹിക്കണം. ഒരു ശേഷിപ്പ് എല്ലാ മക്കൾക്കും വേണം കർത്താവേ. ആരുടെയും മുൻപിൽ തലകുനിച്ചു നിൽപ്പാൻ, ആരുടെയും മുൻപിൽ കൈനീട്ടുവാൻ ദൈവം ആരെയും സമ്മതിക്കല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. ബിസിനസ് ചെയ്യുന്ന മക്കളുണ്ട് കർത്താവേ. അത് നന്നായി പോകണം കർത്താവേ. എല്ലാ നല്ല ദാനങ്ങളെ കൊണ്ട് ഓരോ മക്കളെയും നിറയ്ക്കണേ. കഷ്ടനഷ്ടം കൂടാതെ കർത്താവേ അവരുടെ ആവശ്യത്തിൽ അധികമായി സ്വർഗം നൽകുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. പ്രാർത്ഥന ചോദിച്ച മക്കളുണ്ട് കർത്താവേ. ബിസിനസ് നന്നായി പോകാൻ പ്രാർത്ഥന ചോദിച്ച പ്രിയ മക്കളെ അടിയൻ സമർപ്പിക്കുന്നു. സ്വർഗത്തിലെ ദൈവം അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാ പ്രാർത്ഥനാ വിഷയത്തെയും ഒന്നുകൂടെ സമർപ്പിക്കുന്ന സ്വർഗത്തിലെ ദൈവം സഹായിച്ചു കൊള്ളുമാറാകണം. ഹല്ലേലൂയ കർത്താവ്. പ്രിയപ്പെട്ടവന് സൗഖ്യം വേണം. ബിസിനസ് നന്നായി നടക്കണം. മകൻ്റെ വിവാഹം നടക്കണം കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബജീവിതത്തിൽ ആമേൻ. ഹല്ലേലൂയ. എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിക്കേണ്ട ജീവിതങ്ങളുണ്ട് കർത്താവേ. ആരോടും പറയാൻ മേലാത്ത നീ ജീവിതങ്ങളിൽ നീറുന്ന വേദനകൾ കൂടി കടന്നു പോകുന്നവരുണ്ട് കർത്താവേ. അവിടുത്തെ സ്വർഗത്തിലെ ദൈവമേ, അവിടുന്ന് അത്ഭുതം ചെയ്ത് തൻ്റെ കുഞ്ഞുങ്ങളെ മാനിക്കുമാറാകണം നടിയൻ പ്രാർത്ഥിക്കുക. സകല വേദനയും സ്വർഗം എടുത്തു മാറ്റണം. സ്വസ്ഥത നൽകി അനുഗ്രഹിക്കണം. പ്രശ്നം പരിഹരിക്കപ്പെടുമാറാകണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു നാഥാ. സ്തോത്രം, സ്തോത്രം കർത്താവേ. സ്തോത്രം. ഈ സമയം ഹല്ലേലൂയ കർത്താവേ.
ഞങ്ങളുടെ ദൂരത്തും ചാരത്തുമായിരിക്കുന്ന ആണും പെണ്ണുമായ മക്കളെ സമർപ്പിക്കുന്ന മാതാപിതാക്കളെ വിട്ട് നാടും വീടും വിട്ട് വിദുരിതകളിലൊക്കെ ആയിരിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്ന കർത്താവ് കാത്തുകൊള്ളണമേ. മാതാപിതാക്കളില്ലാത്ത കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ, നീ അവരെ പൊന്നുകരം ചേർത്ത് പിടിച്ച് നടത്തിക്കൊള്ളണം. അടുത്ത ആലോചനയെ അവർക്ക് കൊടുക്കുമാറാകണം. എല്ലാ സങ്കടങ്ങളും ഭാരങ്ങളും സ്വർഗ്ഗം എടുത്ത് മാറ്റണമെന്നും പ്രാർത്ഥിക്കുന്നു പിതാവേ. സ്തോത്രം സ്തോത്രം കർത്താവേ, സ്തോത്രം. ദൈവമായ കർത്താവേ, ഈ സമയഹാലിൽ വേർപാട് ദുഃഖം അനുഭവിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗത്തിലെ ദൈവം എല്ലാവരെയും ആശ്വസിപ്പിക്കുമാറാകണമേ കർത്താവേ. സ്തോത്രം സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ ദേശത്തിന് മേൽ സൗഖ്യം വയ്ക്കണേ, പകർച്ചബാധകളിൽ നിന്ന് വിടുവിക്കുമാറാകണം. ഞങ്ങളുടെ ദേശത്തോട് കരുണ കാണിക്കണേ അപ്പാ. എല്ലാ സമാധാനവും ഞങ്ങളുടെ ദേശത്തിൻ്റെ മേൽ അയക്കുമാറാകണമേ കർത്താവേ. സ്തോത്രം. എല്ലാ മഹാമാരിയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ കർത്താവേ. ഞങ്ങളുടെ ഭരണകൂടങ്ങളെ ഓർക്കുന്നപ്പാ, ഭരണകർത്താക്കളെ സമർപ്പിക്കുന്ന കർത്താവേ. അവിടുത്തെ ആലോചനയിലും വിശ്വസ്തയോടും ദൈവകൃപയോടും ഭയത്തോടും കൂടെ എല്ലാം ചെയ്തെടുപ്പാൻ ഓരോ മക്കളെയും അവിടുന്ന് ഒരുക്കി സഹായിക്കണമേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു കർത്താവ്. ദൈവമായ കർത്താവ്, ഈ സമയം ഹല്ലേലൂയ ഞങ്ങളുടെ രോഗികളെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പാ. ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും കിടക്കയിലായിരിക്കുന്ന ഓരോ മക്കളെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ അപ്പാ. നിൻ്റെ പൊന്നുകരം വയ്ക്കണമേ കർത്താവ്, പൊന്നുകരം വയ്ക്കണമേ. ആണിപ്പഴുതുള്ള കരമൊന്ന് ചേർത്ത് പിടിച്ചണേ. കാൽവരി ക്രൂശിലെ ഒരു തുള്ളി രക്തം കുത്തിവയ്ക്കണമേ. ഹാലിലെ ഗിലിയാദിലെ സുഗന്ധ കുഴുമമായി കടന്നു വരണം. ഉച്ച മുതൽ പാദം വരെ തലോടുമാറാകണം. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാ, അടിപ്പിണരാൽ സൗഖ്യം വന്നുമിരിക്കുന്നെന്ന്. ഹാലലിയ കർത്താവേ, നീ അവിടുന്ന് സഹായിച്ച് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് അത്ഭുത വിടുതൽ കൊടുക്കുന്നവർക്ക് നന്ദി പറയട്ടെ. ക്യാൻസർ രോഗികളെ, കിഡ്നി രോഗികളെ, ഹാർട്ടിന് ലിവറിനും കുഴപ്പമുള്ളവരെ, ഹാലിൽ തലയിലെ വേദനയാൽ ഭാരമുള്ളവരെ കർത്താവെ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, എൻ്റെ കർത്താവെ, ഉദരസംബന്ധമായ രോഗമുള്ളവർ, ശരീരവാസകര നീർക്കെട്ടും വേദനയും ഉള്ളവർ, എൻ്റെ കർത്താവെ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കരുന്ന് ഓപ്പറേഷനായി തയ്യാറെടുക്കുന്നവർ കർത്താവെ, കാഴ്ചയും കേൾവിയും ഓർമ്മയും ബുദ്ധിയുമില്ലാത്തവർ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ, ആസ്മാരോഗികൾ, തൈറോയിഡുള്ളവർ, അലർജിയുള്ളവർ, ത്വക്ക് സംബന്ധമായ രോഗമുള്ളവർ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഷുഗറും പ്രഷറും ഉള്ളവർ കർത്താവെ, ഉണങ്ങാത്ത വ്രണമുള്ളവർ കർത്താവെ, അപ്പോൾ വീൽ ചെയറിലും കർത്താവെ കിടക്കയിലുമായിരിക്കുന്ന മക്കൾ, കൈകാൽക്ക് ചലനമില്ലാത്തവർ അപ്പൻ്റെ ബലമുള്ള കരത്തിൽ സമർപ്പിക്കുക കർത്താവെ. സ്തോത്രം 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 കർത്താവെ. ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ, തലമുടി മുഴുവൻ കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളൊക്കെ ഉണ്ട് കർത്താവെ. അപ്പൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുകയപ്പ. എല്ലാറ്റിനും എൻ്റെ അപ്പൻ മരുന്നും വൈദ്യനവും മനസ്സിലെയും കരുണയുമുള്ള ദൈവമാണ്. അങ്ങയുടെ പാദപീഠത്തിൽ കടന്നു വരുന്നവർ ലജ്ജിച്ചു പോകത്തില്ല. ഹാലിൽ അത്ഭുത ദൈവമാ, അത്ഭുതത്തിൻ്റെ ദൈവമാ, വീരനാം ദൈവമാ, നിത്യപിതാവാ, സമാധാനത്തിൻ്റെ ദൈവമാ, സൗഖ്യദായകനാ. സ്വർഗമടിയങ്ങളോട് മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. വാർദ്ധക്യത്തിൻ്റെ ക്ഷീണത്തിലായിരിക്കുന്ന മാതാപിതാക്കളുണ്ട്. അനാഥരെയും വിധവകളെയും സമർപ്പിക്കുന്നു. എൻ്റെ സ്വർഗം എല്ലാവരെയും സംരക്ഷിച്ചാട്ട് കർത്താവെ. പ്രത്യേകിച്ച് ഞങ്ങളുടെ യുവാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. വഷളത്വം നിറഞ്ഞ ലോകത്തിൽ കൂടിയാണ് യാത്ര ചെയ്യുന്നത്. എങ്ങും ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ല കർത്താവ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ശത്രു കാണലേ, ദുഷ്ട പിശാച് തുടരുതേ. എൻ്റെ അപ്പനവരെ വേലുകെട്ടി സൂക്ഷിക്കുമാറാകണം. അരുതാത്തതിലൊന്നും അകപ്പെട്ടു പോകാൻ അനുവദിക്കരുത്. തമ്പുരാൻ്റെ കരുണയുടെ കരം ചേർത്ത് പിടിക്കണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുക. മുൻപും പിൻപും ഇടവും വരവും ദൂത ഗണങ്ങളാൽ കാവൽ ചെയ്യണമെന്നും പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഞങ്ങളുടെ ജോലി ചെയ്യുന്ന ഓരോ മക്കളെയും ഉള്ളംകരത്തിൽ വഹിക്കണമേ. പ്രത്യേകിച്ച് ഹോസ്പിറ്റലുകളിലൊക്കെ ജോലി ചെയ്യുന്ന മക്കൾ, എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, പ്രത്യേകിച്ച് നേഴ്സസിനെ ഓർക്കുന്നു, ഡോക്ടേഴ്സിനെ ഓർക്കുന്നു, മറ്റ് ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ സമർപ്പിക്കുന്ന കഷ്ടപ്പാടുകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന ഓരോ ജീവിതങ്ങളോടും സ്വർഗം മനസ്സലിവ് കാണിക്കണമേ. അവർക്ക് വേണ്ടി കർത്താവ് ഹാലിൽ ദൂതനെ ഇറക്കണമേ. അവരുടെ ആവശ്യങ്ങളെ, ആഗ്രഹങ്ങളെ, ഭാരങ്ങളെ, വേദനകൾ, വിശപ്പിൻ്റെ വിളി എല്ലാം സ്വർഗം അറിഞ്ഞ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കർത്താവ് സഹായിക്കണം, അത്ഭുതങ്ങളെ ചെയ്യണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. എല്ലാ നാമത്തിലും മേലായ നാമം എൻ്റെ യേശുവിൻ്റെ നാമമായി. ഈ നാമം ഉയരണം, ഈ നാമം വളരണം. എൻ്റെ കർത്താവെ, പ്രത്യേകിച്ച് കർത്താവിൻ്റെ വേല നിമിത്തം ഹാലിൽ കഷ്ടമനുഭവിക്കുന്ന അനേക ജീവിതങ്ങൾ, ജയിൽവാസം അനുഭവിക്കുന്ന ജീവിതങ്ങളൊക്കെ ഉണ്ട്. അടിയനോട് പ്രാർത്ഥിക്കുവാൻ അവനെ കർത്താവെ അപേക്ഷിച്ച അനവധി പേരുകളുണ്ട്. പേരായി അങ്ങയുടെ കരങ്ങളിൽ ഓരോ മക്കളെയും അവിടുന്ന് ഏൽപ്പിച്ചു തരുന്നു. എൻ്റെ സ്വർഗത്തിലെ ദൈവം അറിയുന്നതോർത്ത് നന്ദി. ആ കുടുംബങ്ങളോട് മനസ്സലിമാറാകണം. അവരുടെ കണ്ണുനീരിന് മറികടക്കരുത്. ഒരു പോറൽ പോലും ഏൽക്കാതെ മോചിതരാകുവാൻ, ദൈവവേലയിൽ തൻ്റെ മക്കളായിരിക്കാൻ സ്വർഗം അവിടുന്ന് സകല മുഖാന്തരമൊരുക്കി സഹായിച്ചേ മതിയാകുന്നു പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതത്തിൻ്റെ ദൈവമേ, കരുണയും മനസ്സലിയുമുള്ള നാഥ, ഓരോ വിഷയം ഏറ്റെടുത്ത് ഞങ്ങളുടെ മേൽ മനസ്സലിവ് കാണിക്കണം, മറുപടി തരണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം ചെയ്യുക, യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ. സ്തോത്രം.